ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കുഴിച്ച കുഴി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വീണു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഞാനൊരു കാര്യം ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അവിടെ നടക്കുന്നത് വെച്ച് ആ സംവിധാനത്തെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടപെടൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖാന്തരം നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു സുപ്രഭാതത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നിട്ട് അയ്യോ എൻ്റെ പീഠം കാണുന്നില്ല എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അവിടെ കൊണ്ടുവച്ചതെന്നും അത് തിരിച്ചെടുത്തുകൊണ്ട് പോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നും ബോധ്യമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിച്ചിട്ടുണ്ടാവും. അതാണ് ഇവരുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും, ഇത് എന്താ നമുക്ക് ഇതിനെ ഒന്ന് ഒരു പ്രതിവിധി എന്ന് ചോദിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ കണ്ടെത്തിയ ഒരു പ്രതിവിധിയാണ് ഈ പറഞ്ഞ ഈ പീഠം കാണാനില്ല എന്ന് പറയുന്ന ഒരു സംവിധാനം. അതിൻ്റെ ലക്ഷ്യം ഈ ആരോപണത്തിൻ്റെ ലക്ഷ്യം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ അയ്യപ്പ സംഗമം തകർക്കുക എന്നുള്ളത് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് തകർക്കുക എന്നുള്ളത്. പക്ഷേ അതെന്തായി, അത് കയ്യിൽ നിന്ന് പോയി. അത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവരെ സഹോദരിൻ്റെ വീട്ടിൽ തന്നെ ഈ പീഡ ഇരിക്കുകയാണ്. കാരണം അതെന്താ, മകസൂലിൽ കാണിക്കേണ്ട ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ട് വെച്ചിട്ട് അളവില്ലാത്ത സാധനം തിരിച്ചെടുത്തുകൊണ്ട് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അത് എല്ലാം. പക്ഷേ എന്താ, ആ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്തായിരുന്നു? അവിടെ നിന്ന് പീഡ അടിച്ചുകൊണ്ട് പോയി, അവിടുന്ന് പാളി അടിച്ചുകൊണ്ട് പോയി, അവിടുന്ന് 4 കിലോ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി എന്നുള്ളതായിരുന്നല്ലോ ഈ അയ്യപ്പ സംഗമം നടന്ന ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ച അതായിരുന്നു. അത് ചർച്ചയാക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റീനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്.